സന്ദേശവുമായി ഒരു ക്രിസ്മസ് കൊടിവരവായി. ലോകത്തിലെ തിന്മകൾക്കെതിരെ പോരാടാൻ ദൈവപുത്രൻ ഭൂമിയിൽ പിറന്ന ദിനമാണ്. അതുകൊണ്ടാണ് രക്ഷകന്റെ പിറവിയിൽ മാലാഖമാർ ഇങ്ങനെ പാടിയത്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. മഞ്ഞ് പെയ്യുന്ന രാത്രിയും പുൽക്കോടും നക്ഷത്ര വിളക്കും എല്ലാം ആഹ്ലാദം നൽകുമെങ്കിലും അതിനപ്പുറം മാനവ സ്നേഹത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് ക്രിസ്മസ്. പരസ്പര സമ്മാനങ്ങൾ കൈമാറാനും ബന്ധുക്കൾക്ക് ഒത്തുകൂടാനുമുള്ള ഒരവസരം കൂടിയാണ് ക്രിസ്മസ്. 2024 ഒരു ക്രിസ്മസ് കൂടി വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സങ്കടം തോന്നുകയാണ്. മധ്യേഷ്യയിൽ യുദ്ധം മൂലം നിരവധി പേർ കൊല്ലപ്പെടുന്നു. റഷ്യയിലും യുക്രൈനിലും യുദ്ധത്താൽ പിഞ്ചു കുഞ്ഞുങ്ങളും നിരപരാധികളും കൊല്ലപ്പെടുമ്പോൾ ഞാൻ ദുഃഖിക്കുകയാണ്. വയനാട്ടിൽ എൻ്റെ ഒത്തിരി സഹോദരന്മാർ മരിച്ചുപോയി. ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇങ്ങനെ ലോകം മുഴുവനും യുദ്ധവും പ്രകൃതിക്ഷോഭവും ജീവിത ക്ലേശം കൊണ്ട് മനുഷ്യൻ അലയുമ്പോൾ ഒരു രക്ഷകനുണ്ടെന്നുള്ളതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ. ഓരോ മനുഷ്യരെയും മുന്നോട്ട് നയിക്കുന്നത് ആ പ്രത്യാശയാണ്. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുമ്പോഴാണ് നാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത്. നമുക്ക് ചുറ്റുമുള്ളവരുടെ ക്ഷേമവും സന്തോഷവുമാണ് നമ്മുടെ കർത്തവ്യമെന്ന് നാം മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തുവിനെ നാം ഉൾക്കൊള്ളുന്നത്. 1000 പുൽക്കൂടുകളിൽ ഉണ്ണികൾ പിറന്നാലും എൻ്റെ ചങ്കിൽ അവനിടമില്ലെങ്കിൽ ഈ ക്രിസ്മസ് വെറുതെയാണ്. എല്ലാവർക്കും ശാന്തയുടെയും സമാധാനത്തിൻ്റെയും നല്ലൊരു ക്രിസ്മസ് നേർന്നുകൊണ്ട് വാക്കുകൾ ഞാനിവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് തിരുബാലസഖ്യം.